എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോറായ 4th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ആ കൂടി 4 പേഷ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 പേർ ഇന്ന് ഡിസ്ചാർജായി. അതുകൊണ്ട് ഈ ഫ്ലോറിൽ എന്നെ മാത്രമേ ഡ്യൂട്ടി കിട്ടിട്ടുള്ളൂ. പ്രായമായ ഒരു മുത്തശ്ശിയും ഞാനും മാത്രമേ ഉള്ളൂ ഈ ഫ്ലോറിൽ. 10 മണിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക്. അതെടുക്കാനായി ഞാൻ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ മുത്തശ്ശി എന്നോട് ചോദിച്ചു, ആ നിൽക്കുന്ന ആൾക്ക് ചോറ് കൊടുത്തോ? ഞാൻ ചോദിച്ചു, ആർക്കാ മുത്തശ്ശി? ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് എന്ന് മുത്തശ്ശി പറഞ്ഞു. ഞാൻ തിരിഞ്ഞ് ജനലിൻ്റെ അടുത്തേക്ക് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാവും, ഞാൻ മറുപടി പറഞ്ഞു. അല്ല മോളെ, ആ ജനലിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അയാൾക്ക് നല്ല വിശപ്പുണ്ട്, എന്തേലും കൊടുക്ക്. ഞാൻ പിന്നെയും തിരിഞ്ഞു നോക്കി. അവിടെ എങ്ങും ആരുമില്ല. പ്രായത്തിൻ്റെ ഓരോ തോന്നലുകളായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് ഗ്ലാസ്സിൽ എന്തോ സ്ക്രാച്ച് ആവുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഒന്നുകൂടെ വിൻഡോയിലേക്ക് നോക്കി. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. ജനൽ ചില്ലുകളിൽ മഞ്ഞു മൂടിയതുപോലെ, അതിൽ 5 വിരൽപ്പാടുകൾ, ആരോ മാന്തിയതുപോലെ. ഞാൻ പേടിച്ച് പുറകിലോട്ട് മാറി. അകത്ത് ഞങ്ങൾ 2 പേരുമേ ഉള്ളൂ. പുറത്തൊരാൾ നിൽക്കണമെങ്കിൽ അത് വായുവിൽ നിൽക്കണം. അതെങ്ങനെ സാധിക്കും? ഞാൻ പെട്ടെന്ന് തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പക്ഷെ മുത്തശ്ശി എൻ്റെ കൈക്ക് പിടിച്ചു. എന്നിട്ടൊരു വല്ലാത്ത ചിരിയോടുകൂടി പറഞ്ഞു, മോളെ, അയാൾ അകത്ത് കയറി. ഞാൻ പേടിയോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും റിസപ്ഷനിൽ ഫോൺ റിങ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്തു. താഴത്തെ ഫ്ലോറിൽ നിന്നായിരുന്നു. ഒരു എമർജൻസി, അവിടെ സ്റ്റാഫ് കുറവായതുകൊണ്ട് എൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ പോയിട്ട് തിരിച്ച് എൻ്റെ ഫ്ലോറിലെത്തി. ഞാൻ വന്നപ്പോൾ മുത്തശ്ശി റിസപ്ഷനിലിരിക്കുന്നു. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമല്ലേ? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശിയും കൊണ്ട് ഞാൻ റൂമിലോട്ട് നടന്നു. റൂമിൻ്റെ വാതിൽ തുറന്നു. ബെഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മുത്തശ്ശി ബെഡിൽ കിടക്കുന്നു. ഞാൻ പേടിച്ച് വിറങ്ങലിച്ചു പോയി. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ്?